ദൈവവചനത്തിന്റെ ശക്തി. ഹെബ്രായർ 4:12. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള, എന്നാൽ ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവവചനത്തിന്റെ ശക്തി. എബ്രായ ലേഖനം 4:12 പറയുന്നതുപോലെ, ദൈവവചനം വെറുതെ അച്ചടിച്ചു വെച്ചിരിക്കുന്ന അക്ഷരങ്ങളല്ല, മറിച്ച് അത് ജീവനുള്ളതും മൂർച്ചയുള്ളതുമാണ്. ഇതിനെക്കുറിച്ച് പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. 1. ദൈവവചനം സജീവമാണ്. ആദ്യമായി പൗലോസ് അപ്പസ്തോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവവചനം സജീവമാണ് എന്നാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? ബൈബിൾ എന്ന് പറയുന്നത് പണ്ട് നടന്ന കുറെ കാര്യങ്ങളുടെ ചരിത്രപുസ്തകമോ വെറും കഥകളോ അല്ല. അത് ഇന്നും പ്രവർത്തിക്കുന്ന ജീവനുള്ള ശക്തിയാണ്. ഉണങ്ങിയ ഒരു വിത്ത് മണ്ണിലിട്ടാൽ മുളയ്ക്കുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ മരിച്ച സാഹചര്യങ്ങളിൽ അത് സമാധാനമായാലും സന്തോഷമായാലും പുതിയൊരു ജീവൻ നൽകാൻ ഈ വചനത്തിനു മാത്രമേ കഴിയൂ. 2. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. രണ്ടാമതായി, വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇതിനെ നമുക്കൊരു ശസ്ത്രക്രിയയോട് ഉപമിക്കാം. ഒരു പടയാളി വാളെടുക്കുന്നത് ശത്രുവിനെ കൊല്ലാനാണെങ്കിൽ, ഒരു ഡോക്ടർ കത്തിയെടുക്കുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കാനാണ്. ദൈവവചനം നമ്മുടെ ഉള്ളിലേക്കിറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദനയോ കുറ്റബോധമോ തോന്നാറില്ലേ? അത് യഥാർത്ഥത്തിൽ ദൈവം നമ്മിൽ നടത്തുന്ന ഒരു ചികിത്സയാണ്. നമ്മുടെ ഉള്ളിലെ തെറ്റായ ചിന്തകളെയും പാപത്തിന്റെ ക്യാൻസറിനെയും അത് മുറിച്ചുമാറ്റി നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. 3. വചനം വിവേചിക്കുന്നതാണ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, വചനം നമ്മുടെ ഉള്ളിലിരിപ്പിനെ കൃത്യമായി തിരിച്ചറിയുമെന്നതാണ്. മനുഷ്യരുടെ മുന്നിൽ നമുക്ക് അഭിനയിക്കാം, കുഴപ്പമില്ലെന്ന് വരുത്തി തീർക്കാം. പക്ഷേ ദൈവവചനത്തിന് മുന്നിൽ ഈ മുഖം മൂടികൾക്ക് സ്ഥാനമില്ല. അതൊരു സ്കാനർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ചിന്തകളെയും ആരും കാണാത്ത രഹസ്യങ്ങളെയും അത് കൃത്യമായി കാണിച്ചുതരും. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് കാണിച്ചുതരുന്ന ഒരു കണ്ണാടിയാണ് ദൈവവചനം. ഉപസംഹാരം. അതുകൊണ്ട് ഈ വചനം വെറുതെ വായിച്ചു മടക്കിവെക്കാതെ, കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കുന്നതുപോലെ നമ്മുടെ കുറവുകളെ തിരുത്തി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം.